മരിക്കാതിരിക്കാൻ എന്തു ചെയ്യണമെന്ന് ഒരാൾ നിങ്ങളോട് ചോദിച്ചാൽ അയാളോട് നിങ്ങൾ എന്തു മറുപടിയാണ് കൊടുക്കുക? കുസൃതി ചോദ്യത്തിൽ അങ്ങനെ ഒരു ചോദ്യമുണ്ട്. മരിക്കാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അതിനുത്തരം ജനിക്കാതിരിക്കണം എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, നമ്മളൊക്കെ ഈ ലോകത്തിലേക്ക് പിറന്നു വീണിട്ടുണ്ടെങ്കിൽ മരണമെന്ന് പറയുന്ന ഒരു സത്യം നമ്മെ പിടികൂടുമെന്നുള്ളത് അത് യാഥാർത്ഥ്യം തന്നെയാണ്. ഇതുവരെ മരണത്തിന് മാത്രം ഒരു പരിഹാരം ശാസ്ത്രലോകത്തിനോ വേറെവിടെയോ കണ്ടെത്താൻ ഇതുവരെ സാധിച്ചിട്ടില്ല, ഇനി സാധിക്കുകയുമില്ല എന്നത് തന്നെയാണ് സത്യം. പക്ഷേ ഈ മരണമെന്ന് പറയുന്ന ഒരു നാൾ നമ്മളെയൊക്കെ പിടികൂടുന്ന ഈ ഒരു സത്യത്തെ നമുക്ക് ഒരുപാട് നന്മകളാക്കി മരണമെന്ന് പറയുന്ന സത്യത്തെ മാറ്റാൻ കഴിയുമെന്നത് നിങ്ങൾക്കൊക്കെ അറിയാൻ സാധിക്കുമോ? നിങ്ങളൊരു ദൂർത്തടിക്കുന്ന, അള്ളാഹു നിങ്ങൾക്ക് തന്ന സമ്പത്ത് അനാവശ്യമായി ചിലവഴിച്ചുകൊണ്ട് പാവപ്പെട്ട യാചകനും ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും തികയാത്ത പണമില്ലാത്ത പാവപ്പെട്ടവർ നിങ്ങൾക്ക് പരിസരത്തിലൂടെ ജീവിക്കുമ്പോൾ, അയൽവാസി, നിങ്ങളുടെ തൊട്ടപ്പുറത്തുള്ള വീട്ടുകാരൻ വളരെ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുമ്പോൾ നിങ്ങൾ ദൂർത്തടിക്കുന്ന ഒരു മനുഷ്യനാണ് എന്നുണ്ടെങ്കിൽ, ഒരൊറ്റ സെക്കൻഡ്, ഒരു നിമിഷം നിങ്ങൾ മരണത്തെക്കുറിച്ച് ഓർക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നന്നാവാൻ സാധിക്കും. എന്തുകൊണ്ടെന്നാണല്ലേ, ഈ നിങ്ങൾ കാണുന്ന, നിങ്ങൾ ഒരുമിച്ച് കൂട്ടിയ ഈ സമ്പത്തുകളെല്ലാം നാളെ 6 അടി മണ്ണിൻ്റെ അടിയിലേക്ക് പോകുമ്പോൾ നിങ്ങളുടെ കൂടെ വരില്ല എന്നുള്ള ഒരൊറ്റ മരണചിന്ത മതി നിങ്ങളുടെ ജീവിതത്തിലെ തെറ്റായ രീതികളെ മാറ്റിമറിക്കാൻ എന്നുള്ളതാണ്. ഇനി ഒരു പക്ഷേ പരമദാരിദ്ര്യത്തിലായിട്ടാണ് നിങ്ങളുടെ ജീവിതം മുന്നോട്ട് പോകുന്നതെങ്കിൽ, എത്ര ശ്രമിച്ചിട്ടും എത്ര അധ്വാനിച്ചിട്ടും കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ, ഒരു നാൾ മരണം എന്നെ പിടികൂടുമെന്നും വരാനിരിക്കുന്ന ഒരു ലോകം എനിക്ക് വരാനുണ്ടെന്നും ആ ലോകത്ത് ദാരിദ്ര്യമില്ലാത്ത സ്നേഹത്തിൻ്റെയും സ്വർഗത്തിൻ്റെയും വളരെ വിശാലമായ ഒരു ലോകം എനിക്ക് വരാനുണ്ടെന്ന ആത്മവിശ്വാസത്തോടു കൂടി എല്ലാം റബ്ബിൽ തവക്കലാക്കിക്കൊണ്ട് നിങ്ങൾ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകും എന്നുണ്ടെങ്കിൽ, അവിടെയും നിങ്ങൾക്ക് മരണമെന്ന് പറയുന്ന ഒരു ചിന്ത വലിയ പ്രതീക്ഷകളാണ് നൽകുന്നത്. കാരണം ഈ ലോകത്ത് വളരെ പ്രയാസപ്പെട്ടുകൊണ്ട് ജീവിക്കുന്നവർക്ക് അള്ളാഹു നല്ല ചില കാര്യങ്ങൾ കരുതി വെച്ചിട്ടുണ്ടാകുമെന്നുള്ളതാണ്. രോഗമായാലും പ്രതിസന്ധികളായാലും പരമദാരിദ്ര്യമായാലും അങ്ങനെ ഈ ലോകത്ത് എന്തൊക്കെ പ്രയാസങ്ങളുണ്ടോ, പ്രയാസങ്ങൾ കൊണ്ടും അള്ളാഹു പരീക്ഷിക്കുമെന്നുള്ളതാണ്. ഈ പരീക്ഷണത്തിൽ നമ്മളെ പടച്ചവൻ തെരഞ്ഞെടുത്ത് പരീക്ഷിക്കുന്നുണ്ടെങ്കിൽ നാളെ സ്വർഗത്തിൽ അത് വലിയ ഉന്നത പദവികളായി നമുക്ക് തിരിച്ചു കിട്ടുമെന്നുള്ള ഒരു യാഥാർത്ഥ്യം നമ്മൾ മറന്നു പോകരുത്. അതെ, മരണത്തെക്കുറിച്ച് ഇടയ്ക്കിടയ്ക്ക് ചിന്തിക്കൽ നമ്മുടെ മേലൊക്കെ ബാധ്യതയാണ്. ജീവിതത്തിന് ശേഷം ഈ ലോകത്ത് എല്ലാവർക്കും അനിവാര്യമായിട്ടുള്ള ഒരു മരണത്തിന് ശേഷം വീണ്ടും ജീവിച്ചിരിക്കാൻ മറ്റൊരു ഉപാധി കൂടെയുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഈ ലോകത്ത് നല്ല ചില കർമ്മങ്ങൾ ചെയ്തു പോവുക എന്നുള്ളതാണ്. നിങ്ങൾക്കറിയില്ലേ, മഹാനായ മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ എന്ന് പറയുന്ന ഒരു മഹാവലിയ മനുഷ്യൻ, ആ മനുഷ്യൻ വിട പറഞ്ഞിട്ട് വർഷങ്ങൾ കഴിഞ്ഞിട്ടും അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ ഇന്ന് നിലനിന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല ഓർമ്മകൾ. അതേ സമയത്ത് അഡോൾഫ് ഹിറ്റ്ലർ എന്ന് പറയുന്ന ഒരു ഭരണാധികാരി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഓർമ്മകളും വർഷങ്ങൾ, 10,000-ത്തിലധികം വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ ഇവിടെ നിലനിൽക്കുന്നുണ്ട്. പക്ഷേ 2 ഓർമ്മകളും വ്യത്യസ്തമാണ്. മരണത്തിന് ശേഷം ഒരാളെക്കുറിച്ച് ഒരുപാട് ആളുകൾ നല്ലത് പറഞ്ഞു കഴിഞ്ഞാൽ അതവൻ്റെ പരലോകത്ത് സ്വർഗപ്രവേശനത്തിന് വരെ കാരണമാകുമെന്ന് പഠിപ്പിച്ച മതമാണ് പരിശുദ്ധ ഇസ്ലാം. അതെ, നമ്മൾ മരിച്ചു കഴിയുമ്പോൾ നമ്മളെക്കുറിച്ച് നല്ല രീതിയിൽ ആളുകളിലൂടെ നല്ലത് പറയുന്ന ഒരു രീതിയിലേക്ക് നമ്മൾ മാറേണ്ടതുണ്ട്. പ്രിയമുള്ളവരെ, മരണത്തിന് ശേഷവും ജീവിച്ചു കൊണ്ടിരിക്കാൻ ജീവിതത്തിൽ നല്ല രൂപത്തിൽ നമ്മൾ ജീവിച്ചിരിക്കണം എന്നുള്ളതാണ്. ഓരോ സെക്കൻഡുകളും ഓരോ സമയങ്ങളും ഏറെ വിലപ്പെട്ടിട്ടുള്ളതാണ്. നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന ഓരോ ജോലികളും നാളത്തെ ഒരു തലമുറക്ക് ഉപകാരപ്പെടുന്ന ജോലികളാകാൻ പരമാവധി നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. അതെങ്ങനെ നമ്മളിലൂടെ വരും തലമുറ ജീവിക്കുമെന്നുള്ളതാണ്. ഒരു നല്ല അധ്യാപകനാണ് നിങ്ങളെങ്കിൽ, ഒരു നല്ല ഉസ്താദാണ് നിങ്ങളെങ്കിൽ, അറിവ് പകർന്നു കൊടുക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ,
ആ അറിവ് ലോകത്തിൽ ഇങ്ങനെ പടർന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ പഠിപ്പിച്ചിട്ടുള്ള ഒരു തലമുറ, ആ തലമുറ ഇങ്ങനെ വീണ്ടും വളർന്നു വലുതായി ഒരു വലിയ സമൂഹത്തെ സൃഷ്ടിച്ചെടുക്കുന്നതിൽ നിങ്ങൾക്ക് വലിയ പങ്ക് ഉണ്ട് എന്നുള്ളതാണ്. നിങ്ങളൊരു നല്ല കച്ചവടക്കാരനായിരുന്നുവെങ്കിൽ, നിങ്ങൾ നല്ലൊരു ബിസിനസ്സുകാരനായിരുന്നുവെങ്കിൽ, നിങ്ങൾക്ക് കീഴിൽ ജോലി ചെയ്യുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട്. ആ കുടുംബത്തെ പൊറ്റി വളർത്തുന്നതിൽ വലിയൊരു പങ്ക് നിങ്ങൾ വഹിച്ചിട്ടുണ്ട്. അപ്പോൾ ജീവിതത്തിൽ തിരഞ്ഞെടുക്കുന്ന ഓരോ കാര്യങ്ങളും നാളത്തിലേക്ക് ഉപകാരപ്പെടുന്ന ഒരു കാര്യമായിരിക്കണം എന്നുള്ളതാണ്. നിങ്ങളൊരു കള്ള് കച്ചവടക്കൻ ആണ് എന്നുണ്ടെങ്കിൽ അത് ജീവിതത്തിൽ ഒരുപാട് ആളുകളുടെ പ്രതീക്ഷകൾ മുറിച്ചു കളയുന്ന, ഇല്ലാതാക്കുന്ന ഒരു കച്ചവടമാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ആരോഗ്യത്തിന് ഗുണകരമായിട്ടുള്ള ഭക്ഷണം വിളമ്പുന്ന നല്ലൊരു ഹോട്ടൽ ജീവനക്കാരനാണ് എന്നുണ്ടെങ്കിൽ, ഒരു ഹോട്ടൽ മുതലാളിയാണ് എന്നുണ്ടെങ്കിൽ, ആളുകളുടെ ആരോഗ്യം നിങ്ങളിലൂടെ നിലനിന്നു പോകുന്നു. ആളുകൾ നിങ്ങളിലൂടെ ജീവിച്ചു കൊണ്ടിരിക്കുന്നു. ഈ ജീവിതത്തിന് നൽകേണ്ട ഊർജം നിങ്ങളുടെ നല്ല ഭക്ഷണത്തിലൂടെ അത് ആളുകൾക്ക് കൈമാറുന്നു എന്നുള്ളതാണ്. എന്നാൽ അപകടകരമായ തരത്തിലാണ് നിങ്ങൾ ഭക്ഷണം ഉണ്ടാക്കുന്നതെങ്കിൽ, അത് കടിച്ചുകൊണ്ട് ഒരുപാട് രോഗങ്ങൾക്ക്, മാറാവ്യാധി രോഗങ്ങൾ ഒരുപാട് പേർക്ക് നിങ്ങൾ സമ്മാനിച്ചിട്ടുണ്ടെങ്കിൽ, എന്ത് ധർമ്മമാണ്, എന്ത് നല്ല കാര്യമാണ് നിങ്ങൾ നേടിയിട്ടുള്ളത്? ബിസിനസ് ആണ് എന്നുണ്ടെങ്കിലും അതിൻ്റെ ഔട്ട്കംസിലൂടെ, ബിസിനസ് ഒരു ചാരിറ്റി അല്ല എന്ന് നമുക്കറിയാം, പക്ഷേ അതിൽ കിട്ടുന്ന അതിൻ്റെ പരിണിത ഫലങ്ങൾ എന്ന് പറയുന്നത് അത് നന്മയോട് ചേർത്ത് വെക്കുന്ന നല്ല നല്ല കാര്യങ്ങളായിരിക്കണം. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ നല്ല നന്മകൾ ചെയ്തുകൊണ്ട് മരണത്തിന് ശേഷം മരിക്കാതെ ജീവിക്കാനുള്ള ഒരു വലിയ തൗഫീക്ക് ഈ ലോകത്ത് ഇട്ടേച്ചു പോവുക എന്നുള്ളത് എത്രയോ വലിയ നന്മയാണ്. ഒരു വാക്യമുണ്ട്, മരണപ്പെട്ട് കിടക്കുന്ന മയ്യത്തിന് കേൾക്കാനുള്ള കഴിവുണ്ടായിരുന്നുവെങ്കിൽ, മരണപ്പെട്ട് കിടക്കുന്ന മയ്യത്തിന് കേൾക്കാനുള്ള കഴിവുണ്ടായിരുന്നുവെങ്കിൽ ഒരുപാട് നന്മകൾ അവനെക്കുറിച്ച് പറയുന്ന ഒരുപാട് നന്മകൾ അവനക്ക് കേൾക്കാൻ സാധിക്കുമായിരുന്നു. നിങ്ങൾക്കറിയോ, നിങ്ങൾ ജീവിച്ചത് ഒറ്റയായോ അല്ലെങ്കിൽ സുഹൃത്ത് ബന്ധത്തിൻ്റെ വലയത്തിലോ ആകട്ടെ, അതൊന്നും പ്രശ്നമില്ല. ഒരു പക്ഷേ ഏകനായിട്ടാണെങ്കിലും നിങ്ങൾ ജീവിച്ചിരുന്നതെങ്കിൽ അവസാനം പറയുന്നൊരു വാക്കുണ്ട്, ഇനി ആരെങ്കിലും കാണാൻ ബാക്കിയുണ്ടോ എന്നുള്ളൊരു വാക്യം. അത് നമ്മളൊക്കെ മയ്യത്തായി കിടക്കുമ്പോഴും ചോദിക്കുന്നൊരു ചോദ്യമാണ്. ആ ചോദ്യം എന്ന് പറയുന്നത് നമ്മളെ സാക്ഷി നിർത്തിക്കൊണ്ട് ചോദിക്കുന്ന ഒരു ചോദ്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ നല്ല ബന്ധങ്ങളെ, നല്ല സ്നേഹബന്ധങ്ങളെ, നല്ല സൽക്കർമ്മങ്ങളെ, വലത് കൈ കൊണ്ട് കൊടുക്കുന്നത് ഇടത് കൈ പോലും അറിയാത്ത ദാനധർമ്മങ്ങൾ ചെയ്തുകൊണ്ട് ജീവിതത്തിൽ നല്ല രൂപത്തിൽ മുന്നോട്ട് പോകാൻ നമുക്കൊക്കെ സാധിക്കട്ടെ. മരണത്തിന് ഒരിക്കലും തടയിടാൻ, മരിക്കാതിരിക്കാൻ ഒരു ഉപാധിയും നമ്മുടെ മുന്നിലില്ല എന്നുള്ളത് ഒരു പ്രപഞ്ച സത്യമാണ്. നല്ല രീതിയിൽ ജീവിക്കാനും നല്ല രീതിയിൽ മരണപ്പെടാനുള്ള തൗഫീക്ക് അള്ളാഹു നമുക്കൊക്കെ നൽകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി വീഡിയോ അവസാനിപ്പിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും.